ഇപ്പം ഞാൻ ചെയ്ത ഓർഡറാണ് അത് അവിടെ നിന്ന് ലൈവായിട്ട് പുള്ളി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഖാലിസ് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റിലൊന്നാണ് ഖാലിസ്. ഇവിടുത്തെ ഓപ്പൺ കിച്ചണാണ് സാറേ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഇവിടുത്തെ ഫുഡ് വിശേഷങ്ങൾ കാണാം. ഞാൻ ശ്രീരാജ്, എല്ലാവർക്കും വി ബ്ലോഗ് 4 കിടിലൻ വീട്ടിലേക്ക് സ്വാഗതം. ഖാലിസിന് നമ്മൾ നേരെ വരികയാണെങ്കിൽ ഫസ്റ്റിൽ ഇത് റിസപ്ഷൻ കം പാർസൽ കൗണ്ടർ അല്ലേ. പാർസൽ ആൾക്കാർക്ക് വേണ്ടവർക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. അവർക്കുള്ള വെയിറ്റിംഗ് ലോഞ്ച് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഓപ്പൺ കിച്ചൺ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി, എന്നെ ഇവിടെ അട്രാക്ട് ചെയ്ത മെയിൻ സ്പെഷ്യാലിറ്റി. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള നമ്മുടെ വെറൈറ്റി ഖാലിസ് സ്പെഷ്യാലിറ്റി. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് വലിയൊരു എന്താ പറയുക മെനുവാണെങ്കിൽ എടുത്ത് തന്നു. പക്ഷേ നിങ്ങൾക്കറിയാം രാവിലെ തൊട്ട് കഴിച്ച് വരുവാണ്. അപ്പോൾ ഇവിടെ വന്ന് എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് തോന്നി. നമുക്ക് ബീഫ് പൊടി പൊറോട്ട, പിന്നെ അതോടൊപ്പം തന്നെ ഞാനൊരു മിൻറ്റ് ലൈമോട് വാങ്ങിച്ചിട്ടുണ്ട് ബീഫ്. ഇവിടുത്തെ പിന്നെ നമ്മുടെ ഈ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇവിടുത്തെ ഹൈജീനിക് സുരക്ഷയില്ലാത്ത ഹൈജീനിക്കാണ്. ഫാമിലിയായിട്ട് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഫോണാണ്. പിന്നെ ഇത് ഏറ്റവും അട്രാക്റ്റീവായി ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടു നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകൾ വേണമെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടും നമുക്ക് എന്താ പറയുക കഴിക്കാനായിട്ട് കഴിയും. ഞാൻ ഒതുങ്ങി ഒരു മൂലയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ഫാമിലീസ് ഇപ്പോൾ ബാക്കിൽ വന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കഴിച്ചു നോക്കിയിട്ട് 25 രൂപയുടെ ലൈം ജ്യൂസ് ആണെങ്കിലും രാജാവിൻ്റെ പവറാണ് സാധനത്തിനെ അവർ കൊണ്ടു തന്നേക്കുന്ന രീതിയിൽ. ഒരു ലെമൺ പീസ് വെച്ചിട്ടുണ്ട്, ഒരു ചെറി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ബീഫ് പൊറോട്ടയല്ലേ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈമും കൂടെ ഓർഡർ ചെയ്തിരുന്നു. സാധനം കൊള്ളാം. കൊണ്ടുവച്ചപ്പോൾ തന്നെ പ്രസൻറ്റേഷൻ സൂപ്പറാണ്. ഇതാണ് ഞാൻ ഖാലിസിൻ്റെ നേരത്തെ പറഞ്ഞ പ്രത്യേകത, അതായത് ഓപ്പൺ കിച്ചൺ. നമ്മൾക്ക് സെർവ് ചെയ്യുന്ന ഫുഡ് അവർ എങ്ങനെ ഉണ്ടാക്കുന്നു, എത്ര ഹൈജീനിക്കിലാണ്, അടുക്കളയൊക്കെ കൊള്ളാമോ എന്ന് പല ഡൗട്ടിലായിരിക്കും പലരും പല റെസ്റ്റോറൻറ്റിലും ഹോട്ടൽസും എല്ലാം കയറുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല, അപ്രസക്തമാണ്. കാരണം നിങ്ങളുടെ മുന്നിൽ ഈ കാണുന്ന പോലെ തന്നെ അവിടെ വരുന്ന ഓരോ വ്യക്തിക്കും അവർ ഓർഡർ ചെയ്യുന്ന ഫുഡ് ലൈവായിട്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ കാണാം. നല്ല ഹൈജീനിക്കിലാണോ, നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യം അവർക്ക് തന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഡ്രസ് കോഡ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീനോടുകൂടിയാണ് അവർ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റവും നല്ല പ്ലീസൻ്റ് ആയിട്ട് നല്ല പെരുമാറ്റത്തോടു കൂടിയാണ് അവർ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ത്യൻ്റെ കേസിലും ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും ബാക്കിലില്ല അവർ ഇന്ത്യൻ്റെ കേസിൽ. അത് അടിപൊളിയായിട്ട് ഇന്ത്യയുടെ രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് അഫോർഡബിൾ റേറ്റിൽ, അതായത് ഫാമിലിയായിട്ട് വന്ന അഫോർഡബിൾ റേറ്റിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ. ഒരുപാട് ഡിഷസൊക്കെ നേരത്തെ ഉണ്ടാകുന്ന തോന്നുന്നു. ഇവിടെ എല്ലാം കാലിയാണ്. അതിൽ കുറേ ഡെസേർട്ട്സും കാര്യമെല്ലാം ഉണ്ട്. അത് അവിടെ ആയിട്ടാണ് നമുക്ക് ഡെസേർട്ട്സും കാര്യമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പാർസൽ കൗണ്ടർ കേട്ടോ. നമ്മൾ ഇപ്പം ഞാൻ ചെയ്ത ഓർഡറാണ് അത് അവിടെ നിന്ന് ലൈവായിട്ട് പുള്ളി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വരാനുള്ള റീസൺ. അതായത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവരുണ്ടാക്കി തരും.
അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈജീനിക്കിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതേ പോണു. അതിന് എന്താ അവസ്ഥ എന്നറിയത്തില്ല. ടോസ്റ്റ് ചെയ്യാനോ യെസ് അത് കൊണ്ടുപോയിരിക്കുന്നത് ബേക്ക് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഗ്രിൽ ബേക്കിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറിനും നമുക്ക് ഈ ഓപ്പൺ കിച്ചണിൽ ഇവിടെ വേറെ എന്തൊക്കെയോ പുള്ളി ഉണ്ടാക്കുന്നുണ്ട് ചെയ്യാനായിട്ട് പറ്റും. കുറേ ഡെസേർട്ട്സ് ആണ് ഈ ഇരിക്കുന്നത്. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞവർക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം തീരാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ അവർ ഇന്ത്യയിൽ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഇന്ന് തീർന്നതല്ല. ഇവിടെ ലൈവായിട്ട് തന്നെ ഫ്രഷ് ഫിഷ് ഇവിടെ വെക്കും. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. എനിക്കൊന്നും എല്ലാം കൊറോണ കൊണ്ടുപോയി, എല്ലാം കൊറോണ കൊണ്ടുപോയി. ഫിഷ് കിട്ടാത്തതുണ്ട്. അതായത് ആക്ച്വലി നല്ല ഫിഷ് കിട്ടിയാൽ മാത്രം നിങ്ങൾ എടുത്ത് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഫുഡ് വന്നിട്ടുണ്ട്. ഇതേ സാധനം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നമുക്കിനി അത് കഴിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. വേ ഓഫ് പ്രസൻറ്റേഷനൊക്കെ സിമ്പിളാട്ടോ, സിമ്പിൾ. ജസ്റ്റ് കാര്യങ്ങൾ വലിയൊരു ടെക്സ്ചറോ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ പ്രസൻറ്റേഷൻ. ഓൾറെഡി ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം സിമ്പിൾ പ്രസൻറ്റേഷനാണ്. ഇനി ഇത് തുറന്നിട്ട് നമുക്ക് എന്താ അവസ്ഥയെന്ന് നോക്കാം. വന്നപ്പോഴേ ഇവർ പറഞ്ഞു എന്തൊക്കെയോ വലിയ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, പക്ഷേ എല്ലാം കൂടെ കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഓർഡർ ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അട്ടാറ് ചൂട് കേട്ടോ സാധനം. ഇതാണ് മോനെ, നമ്മൾ പൊറോട്ട പൊതി, ബീഫ് പൊറോട്ട പൊതി, നല്ല ചൂടൊക്കെ ആട്ടിയുള്ളിട്ട് ആവി ഉറക്കുന്നത് സംഭവം. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. പൊറോട്ട നല്ല സോഫ്റ്റ് ആണോ? അപ്പോൾ ഒന്നുകൂടെ ചൂടായതുകൊണ്ടാണ് വേറെ സോഫ്റ്റ് ആണ്. എന്നുവെച്ചാൽ ഒരു ഹാർഡില്ല, സിമ്പിളായിട്ട് ഇറക്കാനില്ല. വേറെ സോഫ്റ്റ് നല്ല സോഫ്റ്റ്. പൊറോട്ട മാത്രം കഴിച്ചപ്പോൾ കുഴപ്പമില്ല. പൊറോട്ടയ്ക്ക് നമുക്ക് എന്തായാലും ഒരു 5 സ്റ്റാർ കൊടുക്കാം. 5 കൊടുക്കാം പൊറോട്ട ടേസ്റ്റ്. അതിലൊരു പ്രശ്നമില്ല. നമ്മുടെ ബീഫ് മാത്രം രണ്ട് ചേർന്ന് പൊടിയായിട്ട് വന്നെങ്കിലും നമുക്ക് ഈ പറഞ്ഞിട്ട് ഇൻഡിവിജ്വലി ഒന്ന് എക്സാം ചെയ്ത് നോക്കാം. നല്ല ചൂടായിട്ട് എടുക്കാനായിട്ട്. ബീഫും നല്ല രീതിയിൽ കുക്കാണ്, അത് കാണാനറിയാം. കണ്ടത് നല്ല രീതിയിൽ സാധനം കുക്കാണ്. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ തെന്നിങ് വരുവാണ്. അത് നല്ലൊരു സാധനം കുക്കാണ്. ബീഫും രണ്ടും നല്ല ടെക്സ്ചറിലാട്ടോ. ഇത് ഞാനിപ്പോൾ എടുത്തത് പുറത്തുനിന്നാണ്. അകത്തും ഫുൾ ഫില്ല് ചെയ്തേക്കാണത്. ആവി ഇറക്കുന്നതിന് കാണാൻ പറ്റും. ഫുൾ ഫില്ല് ചെയ്തേക്കുന്നതാണ്. നല്ല ചൂടാട്ടോ, നല്ല നോക്കാൻ വയ്യ. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പൊറോട്ട പൊതി. പൊറോട്ടയ്ക്കകത്ത് പഴയ രീതിയിൽ നമ്മൾ പൊറോട്ട പൊതിക്കൊണ്ടിരുന്ന രീതിയിൽ പൊറോട്ടയ്ക്കകത്ത് നല്ല ക്വാണ്ടിറ്റിയിൽ ബീഫിൻ്റെ കഷ്ണമാണ്, വലിയ കഷ്ണമാണ്. അത് ഗ്രേവി എല്ലാം ഇട്ട് പിന്നെ പുറത്തും പൊറോട്ട വെച്ച് സ്റ്റീം ചെയ്തു ഒന്നുകൂടെ ചൂടാക്കി എടുത്തേക്കണം. ഈ രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഏറ്റവും മാജിക്. ഈ പൊറോട്ടയുടെ മാജിക് എന്ന് പറയുന്നത്. പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ സോഫ്റ്റ്. ഞാൻ കൊപ്പി എടുക്കുമ്പോഴത്തേക്ക് ഇറന്ന് വീഴുകയാണ്. സിമ്പിളായിട്ട് ഇറന്ന് വീഴുകയാണ്. ലൈം അപ്പം കയ്യിലെല്ലാം തീർച്ചയായിട്ടും കേട്ടോ. ഞാൻ പറയുന്ന ഓഡിയോ എത്രത്തോളം കിട്ടുന്നതെന്ന് അറിയത്തില്ല. കാര്യം നല്ല നോയ്സ് ഉണ്ടാക്കുന്നത്. ലൈമിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആ സ്വിഫ്റ്റും നമ്മൾ സാധാരണ കുടിക്കുന്ന ലൈമാണ്. ഇതുണ്ട്, ഒരു പീസ് കിവി അടക്കമുണ്ട്, ലൈമുണ്ട്, ചെറിയുണ്ട്. കിവിയൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്.
അപ്പോൾ സംഭവം ഞാൻ വേഗം കേട്ടെ. ഇതിന് മുകളിലും നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ സാധനം നമ്മളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകട്ടോ. ഇത് ഫാമിലിക്ക് മെയിനായിട്ട് ഫാമിലി ഫോക്കസ് ചെയ്താണോ അതോ ഫാമിലിക്കാണ് മെയിനായിട്ട്? യെസ്, ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മേളിൽ നല്ല സ്പേസിങ്ങും അത്യാവശ്യം പ്രൈവസി ഉണ്ട് ഇവിടെ അല്ലേ. അത്യാവശ്യം പ്രൈവസിയോടുകൂടെയൊക്കെ അത്യാവശ്യം നിൽക്കാൻ പറ്റുന്ന സ്പോട്ടാണ് നല്ല. ബാക്കിൽ കാണുന്ന ഈ സ്പോട്ടിൽ ഫുൾ ലെങ്ത്, അതായത് ഫുൾ സ്ട്രെങ്ത്തിൽ അല്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം നിൽക്കുന്ന ഇവിടെ മജ്‌ലിസ് ഉണ്ട് അല്ലേ. ഇത് ഇവിടെ മജ്‌ലിസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ മിനി ഹാളുണ്ട്. തിരൂര് ഇത്രയും വലിയ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. അത്യാവശ്യം ചെറിയ ഹാൾ, ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താം അല്ലേ. എനിക്കൊന്നും ഇവിടെ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ നേരെ അവിടെയൊക്കെ ഇറങ്ങി ഫുഡും കഴിക്കാം. അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു കോൺസെപ്റ്റ് അല്ലേ. കൊറോണ സമയത്ത് ചെറിയ മാരേജ് ഒക്കെ 50-100 പേരായില്ലേ. ഓ അങ്ങനെ നമുക്ക് ഒരുപാട് നടത്തിയിരുന്നു കുറച്ച്. അപ്പോൾ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഇപ്പോഴും ഇവിടെ വെച്ച് നടത്താറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഇതിലേക്കൂടെ ഔട്ടുണ്ട് അല്ലേ. ആക്ച്വലി ഞാനിവിടെ മെയിൻ കയറാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വന്നു. അപ്പോൾ വന്ന സമയത്ത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് അവിടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ നേരെ തൃശ്ശൂർക്കാണ് പോകുന്നത്. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ നല്ല ഹോട്ടൽസ് എല്ലാം ദൂരെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഓപ്പൺ കിച്ചൺ കണ്ടു. അതാണ് എന്നെ കൂടെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ മെയിൻ കാര്യം. ഏതാണ്? ഇല്ല, കാരണം ഞാൻ ഇവിടുത്തെ മെയിൻ ഐറ്റം സീ ഫുഡ്, അതായത് ഫിഷ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. തിരൂർ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതായത് ഒരു പറഞ്ഞ് ഞാൻ വളരെ നിസ്സാരമായിട്ട് സാധനം മാത്രമേ കഴിച്ചുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ കോഴിക്കോട് നിന്ന് കഴിച്ച് വരികയാണ്. ഇപ്പോൾ അടുത്ത സാധനം നോക്കി എനിക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് പൊറോട്ട പൊതി മാത്രം കഴിച്ചത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. കാരണം മെനു കാർഡ് നിങ്ങളുണ്ടല്ലോ, ഒരു ബുക്കിലേക്കാണ് ഞാൻ മെനു ചോദിച്ചപ്പോൾ തന്നെ എടുത്ത് തന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ഹൈജീനിക്ക് ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫാമിലീസ് ആയിട്ട് വരുന്നവർ, ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നവർക്ക് എവിടെയാണെങ്കിൽ പക്ഷേ ഫാമിലീസ് ആയിട്ട് വരുന്നവർക്ക് എപ്പോഴും സ്പേസ്, നല്ല സ്പേസ് ആയിരിക്കണം, അത്യാവശ്യം നല്ല നല്ല ഫുഡായിരിക്കും, ഇങ്ങനെയൊക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറയും തിരൂര് വരുന്നത്, അല്ലെ തിരൂര് വഴി ലോങ് എവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റ് 100% ഉറപ്പായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതാണ് നമ്മൾ മുകളിൽ കയറി കണ്ട സംഭവം. നമ്മളിപ്പോൾ ഇതേ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഹോട്ടലിൻ്റെ പേര് ഒന്നൂടെ പറയാം. കാലീസ് അല്ലേ, ഫുൾ നെയിം കാലീസ് റെസ്റ്റോറൻറ്റ്, തിരൂർ എക്സാക്ട് ഇത് ലൊക്കേഷൻ എവിടെ ആയിട്ട് വരുന്നത്? തിരൂരിൽ നിന്ന് അതെ. ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ ഇത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് അവിടെ. ഇപ്പോൾ കറക്റ്റായിട്ട് സാറ് ലൊക്കേഷൻ പറഞ്ഞാൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ കാലീസ് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ അടിച്ചു കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവിടുത്തെ പാർക്കിംഗ് സ്പേസിൻ്റെ കാര്യം. അത്യാവശ്യം നല്ല സ്പേസ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് തൃശ്ശൂർക്കാണ്. അപ്പോൾ മലപ്പുറത്തെ നമ്മൾ തിരൂരിലെ കാലീസിൻ്റെ ഫുഡ് വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ കാലീസിലെ ഫുഡ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ലഭിക്കാനായിട്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. So this is Sridas signing off. Yeah.